SSLC ക്ലാസ് 10ന്റെ കെമിസ്ട്രിയിലുള്ള റിവിഷൻ സീരീസ് ആണ് നടക്കുന്നത്. ഇതിൽ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ നോക്കുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. റിവിഷൻ ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്, പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നളന്ദ സെന്ററിന്റെ കീഴിലാണ്. ഇവിടെ ക്ലാസ് 10 സയൻസിന്, അതേപോലെ 11th and 12th ബയോളജി ആൻഡ് കെമിസ്ട്രി നീറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അഡ്മിഷൻസിനായിട്ട് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9956446116. ഇനി ഫസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഗാൽവനിക് സെൽ വരെയാണ് തീർത്തത്. ഗാൽവനിക് സെല്ലിനെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗാൽവനിക് സെല്ലിന്റെയും ഇലക്ട്രോളിസിന്റെയും കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക് എനർജി ഉണ്ടാക്കുന്ന സാധനത്തിനെയാണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഗാൽവനിക് സെല്ലില് കെമിക്കൽ എനർജി മാറി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ഇപ്പൊ മോസ്റ്റ് റിയാക്റ്റീവ് ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനത്തിനെ ലെഫ്റ്റിൽ വെക്കുന്നു. ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചു പോക്കോളൂ, അതാണ് കമ്പാരിറ്റീവ്ലി എളുപ്പം. അപ്പൊ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ളതിനെ ലെഫ്റ്റിൽ വെക്കുന്നു, ലെസ് റിയാക്റ്റീവിനെ റൈറ്റിലേക്ക് വെക്കുന്നു. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്ക് എടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ സിങ്ക് മോളിലാണ്, കോപ്പറിനെക്കാളും മോളിലാണ്. ഓക്കെ, അപ്പൊ മോളിലുള്ള സാധനത്തിനെ ലെഫ്റ്റിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്കിന്റെ സൾഫേറ്റ്, അതിന്റെ സോൾട്ടിന്റെ സൊല്യൂഷനിലേക്ക് സിങ്കിനെ സിങ്ക് സൾഫേറ്റിൽ മുക്കി, കോപ്പറിനെ കോപ്പർ സൾഫേറ്റിൽ മുക്കി. ഇതിന്റെ ഇടയിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ വെച്ചു. അത് കഴിഞ്ഞിട്ട് വോൾട്ടിമീറ്റർ തമ്മിൽ കണക്ട് ചെയ്തു. ഇത്രയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. രണ്ട് സ്ഥലത്തും 100 ml സിങ്ക് സൾഫേറ്റ് ആണെങ്കിൽ ഇവിടെയും 100 ml എന്താ പറയുക കോപ്പർ സൾഫേറ്റ്, സെയിം എമൗണ്ട് ഓഫ് കോപ്പർ സൾഫേറ്റ് സെയിം കോൺസെൻട്രേഷനിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ഇനി സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം എന്തിനാണ്? സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അത് എന്തിനു വേണ്ടി ഒന്നില്ലെങ്കിൽ ജലാറ്റിൻ ആയിരിക്കും അതിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അഗാറായിരിക്കും, അതല്ലെങ്കിൽ ചില സോൾട്ട് വെച്ചിട്ടായിരിക്കും ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈക്ക് KCl, KNO3, പൊട്ടാഷ്യം ക്ലോറൈഡ്, പൊട്ടാഷ്യം നൈട്രേറ്റ്, അതേപോലെ NH4Cl പോലത്തെ സോൾട്ടുകൾ വെച്ചിട്ടായിരിക്കും ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെ, ഇത് ഇത്രയും മാത്രമാണെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, രണ്ട് സെല്ലിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഒരു സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺസ് പൊക്കോണ്ടേയിരിക്കുക, തിരിച്ചു വരാതിരിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. സോ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട്, രണ്ടാമത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതിനാണ് സോൾട്ട് ബ്രിഡ്ജ് ഉള്ളത്. അപ്പൊ ഗാൽവനിക് സെൽ എന്ന് പറയുന്ന കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന സാധനത്തിനെയാണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് കമ്പാരിറ്റീവ്ലി ഹൈലി റിയാക്റ്റീവ് ആണ്. സിങ്ക് കമ്പാരിറ്റീവ്ലി റിയാക്റ്റീവ് ആകുമ്പോൾ, റിയാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. അപ്പൊ സിങ്ക് റോഡിൽ നിന്നും സിങ്കിന്റെ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. ലൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? രണ്ട് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകും. സിങ്ക് Zn2+ ആയിട്ട് ഇങ്ങോട്ട് വരും. ഇലക്ട്രോൺസ് ഇവിടെ നിന്നും കോപ്പറിലേക്ക് പോകും. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? Cu2+ അയോൺസ് നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുണ്ട്. ആ Cu2+ അയോൺസ് ഈ രണ്ട് ഇലക്ട്രോൺസിനെ അങ്ങ് വാങ്ങിച്ചിട്ട് കോപ്പർ ആയിട്ട് ഇവിടെ കയറിയിട്ട് ഡെപ്പോസിറ്റഡ് ആവും. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. സിങ്ക് റോഡിൽ നിന്നും എന്ത് സംഭവിക്കുന്ന അറിയാമോ? സിങ്ക് രണ്ട് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. കാരണം സിങ്ക് കൂടുതൽ റിയാക്റ്റീവ് ആണ്, അത് കാരണം ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യും. ആ രണ്ട് ഇലക്ട്രോൺസ് നമ്മുടെ ഇതുവഴി എന്താണ്, നമ്മുടെ വയർ വഴി കോപ്പറിലേക്ക് എത്തും. കോപ്പറിന്റെ രണ്ട് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. അപ്പൊ Cu2+ഉം SO4 ആയിട്ടാണ് നമ്മുടെ കോപ്പർ സൾഫേറ്റ് ഇവിടെ കിടക്കണം. ആ Cu2+ പോയി ഈ ഇലക്ട്രോൺസിനെ വാങ്ങിച്ച് കോപ്പർ റോഡിലേക്ക് ഡെപ്പോസിറ്റഡ് ആവും. അപ്പൊ നോക്കിക്കേ, സിങ്കിന്റെ അവിടെ എന്താ സംഭവിക്കുന്നത്? സിങ്ക് ലൂസസ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ഹിയർ. അതേപോലെ കോപ്പർ ആക്സെപ്റ്റ്സ് ഇലക്ട്രോൺ, അതുകൊണ്ട് ഇവിടെ റിഡക്ഷൻ നടക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച ഹോ എന്ന് പറയുന്ന സാധനം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഹൈ റിയാക്റ്റീവ് ആയ സ്ഥലത്ത് ഓക്സിഡേഷൻ നടക്കും, ലെസ് റിയാക്റ്റീവ് ആയ സ്ഥലത്ത് റിഡക്ഷൻ നടക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നോക്കിയാൽ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിൽ വെച്ചു, അവിടെ ഓക്സിഡേഷൻ നടന്നു. ഓക്കെ, ഇനി ലെസ് റിയാക്റ്റീവ് ആയത് റൈറ്റ് സൈഡിൽ വെച്ചു, ഇവിടെ റിഡക്ഷൻ നടന്നു. ഇനി നോക്കിക്കോളൂ, ഓക്സിഡേഷൻ നടക്കുന്നതിന് ആനോഡ്, ഓക്സിഡേഷൻ നടക്കുന്നതിനെ നമ്മൾ ആനോഡ് എന്നാണ് പറയുന്നത്. റിഡക്ഷൻ നടക്കുന്നതിനെ കാത്തോഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഓർത്ത് വെക്കണേ, ആനയ്ക്കാണല്ലോ കൂടുതൽ ഓക്സിജൻ വേണ്ടത്. അപ്പൊ ആനയ്ക്ക് കൂടുതൽ ഓക്സിജൻ വേണ്ടത് കാരണം ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും, കാത്തോഡിൽ റിഡക്ഷൻ നടക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് നെഗറ്റീവ് എന്ന് പറയുന്നത് വോൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനൽ എവിടെയാ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ആനോഡിലായിരിക്കും വോൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക, കാത്തോഡിലായിരിക്കും പോസിറ്റീവ് ടെർമിനൽ അറ്റാച്ച്
ചെയ്തിട്ടുണ്ടാവുക. അതെങ്ങനെ ഓർക്കുന്ന, ആന ബ്ലാക്ക് കളറാണ്, അതുകൊണ്ട് നെഗറ്റീവ് അവിടെ. ഓക്കെ, ബ്ലാക്കിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് പറയും, അതുകൊണ്ട് നെഗറ്റീവ് അവിടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. പോസിറ്റീവ് നമ്മൾ കോപ്പറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി ഡയറക്ഷൻ, ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഹൈ റിയാക്റ്റീവായ സിങ്കിൽ നിന്നും ലെസ് റിയാക്റ്റീവായ കോപ്പറിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അതേസമയം കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. കാരണം പണ്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നത് പോസിറ്റീവിൽ നിന്നും പോസിറ്റീവിൽ നിന്നും അയോൺസ് നെഗറ്റീവിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇലക്ട്രിസിറ്റി എന്നാണ്. അപ്പൊ എപ്പോഴും പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ആണ് ഇലക്ട്രിസിറ്റി എന്നാണ് തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവരത് മാറ്റാൻ നിന്നില്ല. ഇപ്പൊ നമുക്ക് എന്താണെങ്കിലും അറിയാം, ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണമാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. ബട്ട് ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് പറയാം. അപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി എവിടെ നിന്ന് എവിടെ വരെ പോകുന്നതെന്ന് നമ്മൾ പറയുന്നത് കോപ്പർ ടു സിങ്ക് പോയി എന്നാണ് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് നോക്കിയത്. ഇതില് ഫ്ലോ ഓഫ് ഇലക്ട്രോണിന്റെ കാര്യം പറയണ്ടേ. ഗാൽവനിക് സെല്ലിലെ ഇലക്ട്രോൺസ് നെഗറ്റീവ് ആയ ആനോഡ്, ഇത് നോക്കിയാൽ നെഗറ്റീവ് ആയ ആനോഡ്, ഇവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഹൈ റിയാക്റ്റീവ് ഓക്സിഡേഷൻ നെഗറ്റീവിൽ നിന്നും കോപ്പർ പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺസ് പോകുന്നത്. പക്ഷേ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എപ്പോഴും തിരിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം പണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം തന്നെ നമ്മൾ കുറേ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കി. പിന്നെ അതൊക്കെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചടങ്ങാണ്. അതുകൊണ്ട് കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും ഇലക്ട്രോണിന്റെ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ എടുത്തു. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതിൽ നോക്കിയ ഇലക്ട്രോഡ്, ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് പറയും, റിഡക്ഷൻ നടക്കുന്നതിന് കാഥോഡ് എന്ന് പറയും. ആനോഡ് നെഗറ്റീവ് ചാർജ്, ആനോഡ് അറ്റെയിൻസ് നെഗറ്റീവ് ചാർജ് ആൻഡ് കാഥോഡ് അറ്റെയിൻസ് പോസിറ്റീവ് ചാർജ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നുകൂടി നോക്കാം. സിങ്ക് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. അപ്പൊ Zn2 പ്ലസ് 2 ഇലക്ട്രോൺ. കോപ്പർ ഇൻ ദ സൊല്യൂഷൻ Cu2+ ആയിട്ടാണ് കോപ്പർ സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ഈ 2 ഇലക്ട്രോൺ വാങ്ങിച്ചിട്ട് കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ആവും. അപ്പൊ ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണും കട്ടായി സിങ്ക് പ്ലസ് Cu2+ ഗിവ്സ് Zn2 പ്ലസ് Cu. ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്. അത് കാരണം കട്ടായിപ്പോ. അപ്പൊ സിങ്കും കോപ്പറും കൂടി കോപ്പർ അയോണും കൂടി റിയാക്ട് ചെയ്ത് Zn2+ പ്ലസ് കോപ്പർ നടക്കും. നോക്കിയേ, സിങ്കിന് ഇവിടെ 0 ആയിരുന്നു ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 0 became 2. ഇവിടെ 2 became 0. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ റിഡക്ഷൻ സംഭവിച്ചു. കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു, സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു. രണ്ടും ഒന്നിച്ച് സംഭവിച്ചത് കൊണ്ട് തന്നെ ഇതിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. ഇങ്ങനെ ഇലക്ട്രോൺസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് കാരണം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആയി വോൾട്ടിമീറ്ററിൽ അനക്കം വന്നു ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോൺസ് എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ? ഇതിന്റെ ഇടയിലുള്ള അറേഞ്ച്മെന്റ് മനസ്സിലായോ? സിങ്കിനെ സിങ്ക് സൾഫേറ്റിലും കോപ്പറിനെ കോപ്പർ സൾഫേറ്റിലും ആണ് നമ്മൾ മുക്കി വെച്ചിരിക്കുന്നത്. നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് സിങ്കിലേക്ക്, ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്കിലേക്കും, പോസിറ്റീവ് ടെർമിനൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പറിലേക്കും ആയിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ ഇടയിൽ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഇത്രയും സംഭവങ്ങൾ മനസ്സിലായി. സിങ്കില് റിഡക്ഷൻ നടന്നു എന്നുള്ളത്, സിങ്കില് ഓക്സിഡേഷൻ നടന്നു കാരണം ഇലക്ട്രോൺസ് പോയി. ആൻഡ് ഇലക്ട്രോഡ് വേർ ദ ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്, അത് ആനോഡാണ്. ആനോഡ് നെഗറ്റീവ് ചാർജ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. നൗ ഇലക്ട്രോൺസ് സിങ്കിൽ നിന്നും ലിബറേറ്റ് ആയിട്ട് കോപ്പറിലേക്ക് വന്നു. എക്സ്റ്റേണൽ സർക്യൂട്ട് വഴിയാണ് കോപ്പറിലേക്ക് വന്നത്. ഇത് ഈ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴിയാണ് കോപ്പറിലേക്ക് വന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ ഇലക്ട്രോൺസിനെ ആര് വാങ്ങിച്ചു? സൊല്യൂഷനിൽ കോപ്പർ 2+ അയോൺ Cu2+ഉം SO4 ഉണ്ട്. ഈ Cu2+ ആണ് ഈ ഇലക്ട്രോൺസിനെ വാങ്ങിച്ചത്. എന്നിട്ട് അവിടെ റിഡക്ഷൻ നടന്നു. റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും സംഭവം മനസ്സിലായി. ഇനി അടുത്തത് നോക്കിയപ്പോൾ ഇനിയിപ്പോ സിൽവറും കോപ്പറും ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതേപോലെ തന്നെ ഇവിടെ ഒരു ബീക്കർ ഉണ്ട്, ഇവിടെ ഒരു ബീക്കർ ഉണ്ട്. ഹൈ റിയാക്റ്റീവ് ആരാണോ അവരെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കണം. സിൽവർ ആണോ കോപ്പർ ആണോ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളത്? നമ്മുടെ സാധനം എടുത്ത് നോക്കിയാൽ സിൽവർ ആണോ കോപ്പർ ആണോ? കോപ്പർ. അപ്പൊ കോപ്പറിനെയാണ് നമ്മൾ ഇവിടെ വെക്കേണ്ടത്. അപ്പൊ ഇവിടെ കോപ്പർ എടുത്തു, ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, ഇവിടെ സിൽവർ എടുത്തു, ഇവിടെ എന്താണ് സിൽവർ നൈട്രേറ്റ് AgNO3 സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്തു. എന്നിട്ട് എക്സ്റ്റേണൽ ഒരു സർക്യൂട്ട് കൊടുത്തു. ഇതിന്റെ വോൾട്ടിമീറ്റർ ഇവിടെ വരച്ചു. നെഗറ്റീവ് ടെർമിനൽ ഹൈ റിയാക്റ്റീവിന്, പോസിറ്റീവ് ടെർമിനൽ ലെസ് റിയാക്റ്റീവിന്. എന്നിട്ട് ഇവിടെ സോൾട്ട് ബ്രിഡ്ജും കൂടി നമ്മൾ കണക്ട് ചെയ്തു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? കോപ്പർ ലൂസസ് ഇലക്ട്രോൺ. കോപ്പർ 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. Cu becomes Cu2+ plus 2 ഇലക്ട്രോൺസ്. എന്നിട്ട് സിൽവർ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ട്രാവൽ ചെയ്യും.
എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ട്രാവൽ ചെയ്തിട്ട് ഇവിടെ 2 ഇലക്ട്രോൺസ് എത്തും. അപ്പൊ AG പ്ലസ് 2 AGയും ചേർന്ന് 2 ഇലക്ട്രോൺസ് എടുത്തിട്ട് രണ്ട് AG മോളിക്യൂളായിട്ട് ഇവിടെ കയറി അങ്ങ് ഡെപ്പോസിറ്റ് ആവും. അപ്പൊ ഇവിടെ കോപ്പർ ലൂസസ് ഇലക്ട്രോൺ, ഇവിടെ ഓക്സിഡേഷൻ നടക്കും. ഹൈ റിയാക്റ്റീവിന്റെ അവിടെ ഓക്സിഡേഷൻ നടക്കും. ദിസ് ഇസ് ദി ആനോഡ്. ലെസ് റിയാക്റ്റീവ് നോക്കിയേ, ഹൈ റിയാക്റ്റീവ് ലെഫ്റ്റ് സൈഡിലെ ആനോഡ് ആണ്, ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ആനയ്ക്കാണ് കൂടുതൽ ഓക്സിജൻ വേണ്ടത്, അപ്പൊ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും. ആന ബ്ലാക്ക് കളറിലാണ്, അപ്പൊ നെഗറ്റീവ് ടെർമിനലാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഇവിടെ ഏത് റൈറ്റ് സൈഡിലാണ്, ഇവിടെ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള AG സംഭവം എടുത്തു. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടന്നു, ഇവിടെ റിഡക്ഷൻ നടന്നു. ഓക്കെ, രണ്ടും കൂടി നടക്കുന്ന കാരണം ദിസ് ഇസ് റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ കോപ്പർ plus 2Ag plus is going to give you what? Cu2 plus 2Ag എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും സംഭവങ്ങൾ മനസ്സിലായല്ലോ. റിഡോക്സ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ് ഫ്രം കോപ്പർ ടു Ag, ബട്ട് ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ എവിടെ നിന്നാണ്? Agയിൽ നിന്നും കോപ്പറിലേക്കാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഏതാണോ ഹൈ റിയാക്റ്റീവ് അതായിരിക്കും ആനോഡ് എന്ന് പറയുന്നത്, ഏതാണോ ലെസ് റിയാക്റ്റീവ് അതാണ് കാത്തോഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ തെറ്റാൻ പാടില്ല. ഓക്കെ, ഇനി ഇലക്ട്രോളിറ്റിക് സെൽ എന്താണെന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറയുന്നത് അത് പറയുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് നോക്കണം. ഇലക്ട്രോലൈറ്റ്, അപ്പൊ ഒരു സാധനം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം, ഇപ്പൊ ഒരു സാധനം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതായത് അതിനെ ഉരുക്കുമ്പോൾ, ഇപ്പൊ NaCl പോലത്തെ സാധനങ്ങൾ സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പക്ഷെ ഇതിനെ ഉരുക്കിയാൽ, ഉരുക്കുക എന്ന് പറഞ്ഞാൽ മോൾട്ടൻ സ്റ്റേറ്റ് ഉരുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ വെള്ളത്തിൽ അലിയിച്ചാൽ അപ്പൊ ഈ NaCl നമ്മുടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അങ്ങനെയുള്ള സാധനങ്ങളെ, അതായത് ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദിയർ മോൾട്ടൻ സ്റ്റേറ്റ് ഓർ അക്വസ് സ്റ്റേറ്റ് ആൻഡ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച്. ഇത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന മാത്രമല്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ കെമിക്കലി ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. NaClന് കെമിക്കലി ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ സാധനങ്ങളെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ മോൾട്ടൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റിൽ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, മാത്രമല്ല അത് കെമിക്കൽ ചേഞ്ച് അണ്ടർഗോ ചെയ്യും. അതിനെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ആസിഡ്സ്, ആൽക്കലീസ്, സോൾട്ടുകൾ ഒക്കെ ഇലക്ട്രോലൈറ്റ്സ് ആണ്. അതിന്റെ മോൾട്ടൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റ്സിൽ അത് മോൾട്ടൻ എന്ന് പറഞ്ഞാൽ ഉരുക്കുക, അക്വസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അലിയിക്കുക. ഈ സാധനങ്ങളൊക്കെ വെള്ളത്തിൽ അലിയിക്കുമ്പോഴോ മോൾട്ടൻ സ്റ്റേറ്റിലോ ഇതെല്ലാം ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കെമിക്കൽ ചേഞ്ച് നടക്കും. എപ്പോഴാണ് കെമിക്കൽ ചേഞ്ച് നടക്കണേ? ഈ ഇലക്ട്രോലൈറ്റിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചിനെ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് എന്താണ് സാധനം? ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച്. ഇങ്ങനെ ഇലക്ട്രോലൈറ്റിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ എൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ച്. ആർക്കുണ്ടാവുന്ന കെമിക്കൽ ചേഞ്ച്? ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ച്. ആ ഒരു പ്രോസസ്സിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് അണ്ടർഗോ ചെയ്യുന്ന സാധനങ്ങളെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ ചേഞ്ച് അണ്ടർഗോ ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്യുവർ ആയിട്ടുള്ള വാട്ടറിനെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പക്ഷെ അതിൽ ഒരു ഇത്തിരിയെങ്കിലും ആസിഡ് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് അണ്ടർഗോസ് ഇലക്ട്രോളിസിസ്. അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പൊ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന കെമിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനത്തെ സാധനങ്ങളെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് മോൾട്ടൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റിൽ നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്? കാരണം അതിൽ അയോൺസ് ഉണ്ടാവും. അപ്പൊ NaCl നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വെള്ളത്തിൽ അലിയിച്ച് Na+ഉം Cl- ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അയോൺസ് ഉണ്ട് ഇൻ ഓർഡർ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതുകൊണ്ടാണ് ഇലക്ട്രോലൈറ്റ്സ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. അപ്പൊ മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന ഒരു വലിയ സയന്റിസ്റ്റ് ആണ് ഇലക്ട്രോളിസിസ് ആദ്യമായിട്ട് ഡിഫൈൻ തന്നെ ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ഇലക്ട്രോലൈറ്റ് എന്താന്നുള്ളത് കഴിഞ്ഞു. ഇനി ഇലക്ട്രോഡ് എന്താന്ന് നോക്കണം. ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്
are substances which pass electricity to electrolytes. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്ന സാധനം. ഇത് എന്താ ചെയ്യണമെന്ന് അറിയാം, ഇലക്ട്രോലൈറ്റിന്റെ ഉള്ളിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടും. അപ്പൊ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്, സബ്സ്റ്റൻസസ് വിച്ച് പാസ് ഇലക്ട്രിസിറ്റി ഇൻ ടു ദി ഇലക്ട്രോലൈറ്റ്സ്. അപ്പൊ ഇങ്ങനത്തെ സബ്സ്റ്റൻസസ് ഇലക്ട്രോലൈറ്റിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ആൾക്കാരെയാണ് ഇലക്ട്രോഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇലക്ട്രോഡ് എന്താണെന്നും കണ്ടു. ഓക്കെ, അപ്പൊ ഇലക്ട്രോളിസിസിൽ എങ്ങനെയാണ് ഇനി സംഭവം കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അതില് രണ്ട് ഒരേ സൊല്യൂഷനിലായിരിക്കും കേട്ടോ. എന്താ പറയാ, ഒരേ സൊല്യൂഷനിലാണ്. ഇപ്പൊ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, എന്നിട്ട് രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടാവും. ഒരു ടെർമിനലിനെ പോസിറ്റീവിലേക്കും മറ്റേ ടെർമിനലിനെ നെഗറ്റീവിലേക്കുമായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. നോക്കിയേ, ഇവിടെ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആനോഡ്, അതേസമയം ഗാൽവനിക് സെല്ലിലോ പോസിറ്റീവിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാത്തോഡായിരുന്നു. ഏത് പോസിറ്റീവിലേക്ക്, വോൾട്ടിമീറ്ററിന്റെ. ഓക്കെ, മറക്കാൻ പാടില്ല. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ഓക്സിഡേഷൻ നടക്കുന്നത് ഗാൽവനിക് സെല്ലിലും ഗാൽവനിക് സെല്ലിലും ഇലക്ട്രോലൈറ്റിക് സെല്ലിലും. ഓക്സിഡേഷൻ നടക്കുന്നത് കമ്പൽസറി ആനോഡ്. ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലത്തിനെയാണ് ആനോഡ് എന്ന് പറയുന്നത്. അത് രണ്ട് സ്ഥലത്തും മാറ്റമില്ല. അതേസമയം നമ്മുടെ ഗാൽവനിക് സെല്ലിലുണ്ടല്ലോ, ഗാൽവനിക് സെല്ലില് പോസിറ്റീവ് ടെർമിനൽ ഓഫ് വോൾട്ടിമീറ്റർ എവിടെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, കാത്തോഡിലേക്ക്. നെഗറ്റീവ് ടെർമിനൽ ഓഫ് വോൾട്ടിമീറ്റർ ജോയിൻ ചെയ്യുന്നത് ആനോഡിലേക്ക്. അതേസമയം നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഓഫ് ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് ആനോഡിലേക്കായിരിക്കും ജോയിൻ ചെയ്യുന്നത്. ഗാൽവനിക് സെല്ലിലെ നെഗറ്റീവ് ആനോഡ് നെഗറ്റീവിലേക്ക്. അപ്പൊ GAN ആണ്, മറക്കരുത്. ഗാൽവനിക് സെല്ലിലെ ആനോഡില് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആയിരിക്കും, വോൾട്ടിമീറ്റർ ആയിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അതേസമയം ഇവിടെ നേരെ തിരിച്ചാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ ആനോഡിനെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഓഫ് ദ ബാറ്ററിയിലേക്കായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. നെഗറ്റീവ് ടെർമിനൽ ഇസ് കണക്റ്റഡ് ടു ദ കാത്തോഡ്. ഇലക്ട്രോലൈറ്റിൽ രണ്ടെണ്ണവും മുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സംഭവത്തിൽ നോക്കാം, നമുക്ക് രണ്ടെണ്ണത്തിന്റെ ഇലക്ട്രോളിസിസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു ആനോഡിനെ പോസിറ്റീവ് ടെർമിനലിലേക്കും കാത്തോഡിനെ നെഗറ്റീവ് ടെർമിനലിലേക്കും അറ്റാച്ച് ചെയ്തു. അപ്പൊ NaClന്റെ സാധനം പറഞ്ഞിട്ട് കാറ്റിയോൺസും ആനിയോൺസും എന്താന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. കാറ്റിയോൺസും ആനിയോൺസ് എന്ന് പറയുന്നത് അയോൺസിനെയാണ് നമ്മൾ കാറ്റയോൺ എന്നും ആനിയോൺ എന്ന് പറയാം. പക്ഷെ ഏത് അയോൺസ് ആണെന്നുള്ളത് NaCl വഴി നമുക്ക് പറയാം. ഇനി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയാം, ഓക്സിഡേഷൻ നടക്കുന്നത് രണ്ട് സ്ഥലത്തും, ഗാൽവനിക് സെല്ലിലും അതേപോലെ ഇലക്ട്രോലിസിസിലും. ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിൽ തന്നെയാണ്, റിഡക്ഷൻ നടക്കുന്നത് കാത്തോഡിൽ തന്നെയാണ്. അത് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. NaClന്റെ സൊല്യൂഷനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ട് ഇലക്ട്രോളിസിസേ പഠിക്കാനുള്ളൂ. നിങ്ങൾക്കും നേരത്തെ ടെക്സ്റ്റും തമ്മിലുള്ള ആകപ്പാടെയുള്ള വ്യത്യാസം ഇത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ NaCl, മോൾട്ടൺ NaClല് നമ്മൾ NaCl സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തു. സൊല്യൂഷൻ അല്ല, മോൾട്ടൺ NaCl ഉരുക്കിയത്. അപ്പൊ വെള്ളം ഇല്ല ഇവിടെ. അപ്പൊ ഈ ഇലക്ട്രോലൈറ്റിൽ ആരാണ് കറങ്ങി നടക്കുന്നത്, Na+ അയോൺസും Cl- അയോൺസും. അപ്പൊ ഇവിടെ Na+ അയോൺസും Cl- അയോൺസും ഉണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ഇതാണ് നമ്മുടെ ആനോഡ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള സ്ഥലത്തേക്ക് ആര് വരും, ഇവിടെ Cl- ആയിരിക്കും. ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് എഴുതാട്ടോ. ഇതെടുത്തു, ഇവിടെ Na+ ഉണ്ട്, Cl- കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്. ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ഇത് പോസിറ്റീവ് ടെർമിനൽ ആണെങ്കിൽ Cl- ഇങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവും. അതേസമയം നെഗറ്റീവ് ടെർമിനലിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ആളായിട്ട് ഓപ്പോസിറ്റ്സ് അട്രാക്ട് അല്ലെ. അപ്പൊ ഇവിടെ Cl- വരും. ഇവിടെ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺ ഒരാൾ കൊടുക്കും. Cl- ലൂസസ് 1 ഇലക്ട്രോൺ ടു ബിക്കം Cl. അങ്ങനെ രണ്ട് Cl- രണ്ട് ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് ക്ലോറിൻ എന്ന് പറയുന്ന ഗ്യാസ് ഇവിടെ ലിബറേറ്റഡ് ആവും. എവിടെ, ആനോഡിൽ ലിബറേറ്റഡ് ആവും. ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോ അറ്റ് ആനോഡ് ഹിയർ ഓക്സിഡേഷൻ took place because chlorine
അയോൺ ക്ലോറിൻ അയോൺ ലോസ്റ്റ് ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ നടന്നു. ഓക്കെ, അതേസമയം Na+ എങ്ങോട്ട് പോയി? Na+ നെഗറ്റീവ് ടെർമിനൽ, ഓപ്പോസിറ്റ് ചാർജ് ഉള്ള നെഗറ്റീവ് ടെർമിനലിലേക്ക് പോയി. എന്നിട്ട് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് സോഡിയം മെറ്റൽ ആയിട്ട് ഇവിടെ ഡെപ്പോസിറ്റഡ് ആയി. ഇറ്റ് took one electron, it accepted one electron. അതുകൊണ്ട് ഇവിടെ റിഡക്ഷൻ നടന്നു. നൗ ദിസ് ഇസ് കാത്തോഡ്. ബിക്കോസ് റിഡക്ഷൻ നടക്കുന്ന സ്ഥലത്തിന് നമ്മൾ കാത്തോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ? നോക്കിയാ, അപ്പൊ കാത്തോഡിലേക്ക് അട്രാക്ട് ആവുന്ന അയോൺസിനെ നമ്മൾ കാറ്റയോൺ എന്നാണ് പറയുന്നത്. ആനോഡിലേക്ക് അട്രാക്ട് ആവുന്ന അയോൺസിനെ നമ്മൾ ആനയോൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ ആനയോൺസിന് ഈ പറയുന്നത് പോലെ anions are negatively charged atoms and cations are positively charged atoms. ഓക്കെ, അപ്പൊ നേരെ തിരിച്ചാണ്. ഒന്നുകൂടി നോക്ക്, ആനോഡിൽ എന്താണ് നടക്കുന്നത്? ഇലക്ട്രോൺസ് ലോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ആനോഡ് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ചാർജിൽ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലേക്കാണ്. ഇതിനെ കാണാതെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്തില്ല. അതുകൊണ്ട് കാണാതെ പഠിക്കരുത്, ഇത് മനസ്സിലാക്കി മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇലക്ട്രോളിസിന്റെ സമയത്ത് ആകെപ്പാടെ നമ്മൾ ഇലക്ട്രോളിസിസ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? ആനോഡിനെ പോസിറ്റീവ് ടെർമിനലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അത്ര മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. പോസിറ്റീവ് ടെർമിനലിൽ അറ്റാച്ച് ചെയ്താൽ ഇവിടെ Na+ ഉണ്ട്, Cl- ഉണ്ട്. പോസിറ്റീവ് ടെർമിനലിലേക്ക് ആര് പോവും? കോമൺ സെൻസ് വെച്ചിട്ട് ഓപ്പോസിറ്റ് ചാർജ് Cl- പോകും. Cl- ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ലൂസ് ആവും. കാരണം എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺസ് ലൂസ് ആയി. ഇലക്ട്രോൺ ലൂസ് ആവുക എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണ്. അപ്പൊ ആരാണ് ആനോഡിലേക്ക് അട്രാക്ട് ആയ അയാളെയാണ് ആനയോൺ എന്ന് വിളിക്കുന്നത്. അതാരാണ്? നെഗറ്റീവ് ചാർജ് ഉള്ള Cl- ആണ് പോയത്. അപ്പൊ ആനയോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ള ചേട്ടന്മാരാണ്. കാറ്റയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള ചേട്ടന്മാരാണ്. അപ്പൊ കാറ്റയോൺ എന്ന് പറയുന്നത് എന്താ? Na+ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണിലേക്ക് പോയി, അതായത് കാത്തോഡിലേക്ക് പോയി. അവിടെ പോയിട്ട് ഒരു ഇലക്ട്രോൺ വാങ്ങിച്ച് സോഡിയമായിട്ട് ഡെപ്പോസിറ്റഡ് ആയി. ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ? അപ്പൊ ഇതാണ് മോൾട്ടൺ NaClന്റെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അങ്ങനെ മോൾട്ടൺ NaClന്റെ കഴിഞ്ഞു. ഇനി ആകെപ്പാടെ പഠിക്കാനുള്ളത് എന്താണ്? ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റിൽ ആരൊക്കെ ഉണ്ടാവും എന്നറിയോ? കുറെ പേരുണ്ടാവും. Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും, വെള്ളത്തിന്റെ H3O+ ഉണ്ടാവും, അതേപോലെ ഹൈഡ്രോക്സൈഡ് അയോൺസ് ഉണ്ടാവും. അപ്പൊ വെള്ളത്തിൻ്റെത് H3O+ ആണ് പോസിറ്റീവ് അയോണ്. വെള്ളം അസിഡിഫൈഡ് ആയി, സോൾട്ടും കൂടി വന്നല്ലോ. അപ്പൊ അത് കാരണം അത് അയോൺസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. H3O+ഉം OH- ഉണ്ട്. അപ്പൊ നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോഡില് അതെ, ഇത് നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പൊ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പൊ ഇതിലേക്ക് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് നെഗറ്റീവ് ഉള്ള രണ്ടുപേരും പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് അട്രാക്റ്റഡ് ആവും. അതേസമയം നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ കാത്തോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് കാത്തോഡിലേക്ക് രണ്ടുപേര് Na+ഉം H3O+ഉം അട്രാക്റ്റഡ് ആവും. Na+ഉം H3O+ഉം തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഇലക്ട്രോൺസ് വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. ഇലക്ട്രോൺസ് വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. Na+ഉം H3O+ന്റെ ഈ കോമ്പറ്റീഷനിൽ Na+ഉം H3O+ഉം തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്തിനുള്ള കോമ്പറ്റീഷൻ? ഇലക്ട്രോൺസ് വാങ്ങിക്കാനുള്ള കോമ്പറ്റീഷൻ. Na+ പറയും, എനിക്ക് ഇലക്ട്രോൺസ് വേണ്ട, കാരണം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ്, എനിക്ക് ഇലക്ട്രോൺസ് വേണ്ട. H3O+ നീ ഇലക്ട്രോൺ എടുത്തോ. H3O+ ഇലക്ട്രോൺ എടുക്കും. ഇലക്ട്രോൺ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പൊ വെള്ളം ബേസിക്കലി റെഡ്യൂസ് ആവാണ് ചെയ്യുന്നത്. H3O+ന് പകരം നമ്മൾ H2O എന്ന് എഴുതാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ H3O+ ആണ് ശരിക്കും റെഡ്യൂസ്ഡ് ആവുന്നത് ഇവിടെ. പക്ഷെ നമുക്ക് H2O എന്ന് എഴുതാം, നോ പ്രോബ്ലം. H2O ഇലക്ട്രോൺസ് വാങ്ങിച്ചു, വെള്ളം ഇലക്ട്രോൺസ് വാങ്ങിച്ചു. എന്നിട്ട് വാട്ടർ റെഡ്യൂസ് ആയാൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. വാട്ടർ റെഡ്യൂസ് ആയാൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ Na+ഉം H3O+ഉം തമ്മിൽ റെഡ്യൂസ് ആവാൻ കോമ്പറ്റീഷൻ, അതായത് ഇലക്ട്രോൺസ് വാങ്ങിക്കാൻ കോമ്പറ്റീഷൻ. വെള്ളം ജയിക്കും. വെള്ളം ജയിച്ചാൽ എന്ത് സംഭവിക്കും? H2O
2H2O plus 2 electron is going to give you hydrogen. Now, no matter what happens, വെള്ളം reduce ആയ ഹൈഡ്രജൻ കിട്ടും. ഹൈഡ്രജന് കിട്ടും 2 ഹൈഡ്രോക്സൈഡ് അയോൺസിനെയും ഫോം ചെയ്യും. 2 ഹൈഡ്രോക്സൈഡ് അയോൺസിനെയും ഫോം ചെയ്യും. അതേസമയം ഇവിടെ Cl മൈനസും OH മൈനസും ആണ് പോയത്. Cl മൈനസിന് തർക്കമേ ഇല്ല. ഇവിടെ Cl മൈനസ് ജയിക്കും. ഇവിടെ H3O പ്ലസ് ജയിക്കും. Cl മൈനസ് ആനോഡിൽ പോയിട്ട് ഇലക്ട്രോൺസിനെ അങ്ങ് കളയും. ഇലക്ട്രോൺസിനെ കൊടുക്കും. ഇലക്ട്രോൺസിനെ കൊടുത്ത് ഇവിടെ ഓക്സിഡേഷൻ നടക്കും. ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ആകും. അപ്പൊ ഒന്നുകൂടി നമുക്ക് പടം വരച്ച് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വന്നു. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ Na പ്ലസ് ഉണ്ട്, അതേപോലെ H3O പ്ലസ് ഉണ്ട്, ഇവിടെ Cl മൈനസ്, NaClന്റെ Na പ്ലസും ഉണ്ട്, Cl മൈനസും ഉണ്ട്, ഇവിടെ OH മൈനസും ഉണ്ട്. ഇതേപോലെ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ടെർമിനൽ, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ടെർമിനൽ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ടെർമിനലിലേക്ക് ഈ 2 ചേട്ടന്മാരും പോവും. ഇവിടെ ജയിക്കുന്ന ആള് Cl മൈനസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ലൂസ് ചെയ്യും. Cl പ്ലസ് ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുന്നത്. എന്നിട്ട് 2 Cl ചേർന്ന് ക്ലോറിൻ ഗ്യാസും 2 ഇലക്ട്രോൺ ആയിരിക്കും. അപ്പൊ ക്ലോറിൻ ഗ്യാസ് ബ്ലു 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 എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരും. ഇവര് രണ്ടുപേരുടെ കോമ്പറ്റീഷനിൽ H3O പ്ലസ് ആണ് ജയിക്കുന്നത്. അപ്പൊ H2O എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. H2O ഇലക്ട്രോൺസ് വാങ്ങിക്കും. എന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്ത് 2 ഇലക്ട്രോൺസ് അല്ല OH മൈനസ് 2 ഹൈഡ്രോക്സൈഡ് അയോൺസിനെ പുറപ്പെടുവിക്കും. ഇതാണ് നമ്മുടെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പൊ കാത്തോഡ് എന്താണ്, ആനോഡ് എന്താണെന്ന് എല്ലാം മനസ്സിലായല്ലോ. ഓക്സിഡേഷൻ ഇവിടെ നടക്കുക. ഇലക്ട്രോൺസ് കൊടുക്കുന്ന സ്ഥലം ഓക്സിഡേഷൻ. ഇവിടെ പോസിറ്റീവ് ടെർമിനലിൽ ഓക്സിഡേഷൻ നടക്കും. ദിസ് ഇസ് ആനോഡ്. അപ്പൊ ആകെ ഗാൽവനിക് സെല്ലിലും ഇതിലും തമ്മിൽ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ വ്യത്യാസം? ആനോഡ് ഗാൽവനിക് സെല്ലില് ആരായിരുന്നു? GAN ആണ്. ഗാൽവനിക് സെല്ലിലെ ആനോഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് വോൾട്ടിമീറ്ററിലാണ് കണക്റ്റഡ് ആയിരുന്നത്. അതേസമയം ഇലക്ട്രോളിസിസിലെ ആനോഡ് പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ 2 സ്ഥലത്തും ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലത്തിന് ആനോഡ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഗാൽവനിക് സെല്ലും ആനോഡും തമ്മിലുള്ള നമ്മുടെ ഇലക്ട്രോളിസിസ് തമ്മിലുള്ള ഗാൽവനിക് സെല്ലിലെ കെമിക്കൽ റിയാക്ഷൻ കാരണം ഇലക്ട്രിസിറ്റി ഉണ്ടായി. ഇലക്ട്രോളിസിസിൽ ഇലക്ട്രിസിറ്റി കാരണം കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി, കെമിക്കൽ ചേഞ്ച് വന്നു. ഇനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തിനൊക്കെയുണ്ട്? കുറേ മെറ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ലൈക് പൊട്ടാഷ്യം, കാൽഷ്യം, സോഡിയം, അലൂമിനിയം പോലത്തെ മെറ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇലക്ട്രോളിസിസ് നടത്തും. അവരുടെ കോമ്പൗണ്ടുകളെ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, സോഡിയം പോയി ഡെപ്പോസിറ്റ് ആവും. മോൾട്ടൻ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ സോഡിയം ഉണ്ടായി അല്ലെ, Na ഉണ്ടായി, സോഡിയത്തിനെ ഉണ്ടാക്കി. സോ നേരത്തെ പറഞ്ഞതുപോലെ സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അവരുടെ കോമ്പൗണ്ട്സിനെ ഇലക്ട്രോലൈസ് ചെയ്യിപ്പിക്കാം. നോൺ മെറ്റൽസിനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇപ്പൊ കണ്ടു ക്ലോറിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ആയി. ഹൈഡ്രജൻ, ഓക്സിജൻ പോലത്തെ നോൺ മെറ്റൽസിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ചില കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ എന്താ പറയാ, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് പോലത്തെ കോമ്പൗണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് ഇലക്ട്രോളിസിസ് ഉണ്ടാക്കാൻ പറ്റും. ചില മെറ്റൽസിനെ റിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ കൂടി പ്യൂരിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? നമ്മുടെ എന്താണ് സംഭവം, ഇലക്ട്രോളിസിസ് ഉപയോഗിക്കാൻ പറ്റും. ലൈക്ക് കോപ്പർ, ഗോൾഡ് പോലത്തെ സാധനം നമുക്ക് ഭയങ്കര പ്യുവർ ആയിട്ട് വേണം അല്ലെ, അതിനെ റിഫൈൻ ചെയ്യിപ്പിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 3 സാധനങ്ങളുടെ മെറ്റൽസിന്റെ പ്രൊഡക്ഷൻ, നോൺ മെറ്റൽസിന്റെ പ്രൊഡക്ഷൻ, കോമ്പൗണ്ട്സിന്റെ പ്രൊഡക്ഷൻ. മെറ്റൽസിനെ റിഫൈൻ ചെയ്യിപ്പിക്കാനായിട്ട് ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്ന സാധനം. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? ഒരു മെറ്റലിന്റെ വേറൊരു മെറ്റലിന്റെ പുറത്ത് പ്ലേറ്റ് ചെയ്യിപ്പിക്കുക, അതിനെ കോട്ട് ചെയ്യിപ്പിക്കുക. അതെ, 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ എന്നൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് സംഭവം. അതിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ലോക്കൽ വല്ല മെറ്റലും ആയിരിക്കും, അതിന്റെ പുറത്ത് ഗോൾഡ് അടിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് പോലെ ഉണ്ടാവും. സോ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന്റെ പുറത്ത് വേറൊരു മെറ്റലിനെ കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ ഇലക്ട്രോളിസിസ് വഴിയാണ് കോട്ട് ചെയ്യുന്നത്. അതിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു തിൻ കോട്ടിങ് നമ്മൾ നല്ല എക്സ്പെൻസീവ് മെറ്റൽ, ലൈക്ക് ഗോൾഡ് പോലത്തെ മെറ്റൽ, സിൽവർ പോലത്തെ മെറ്റൽ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ മറ്റേ ജ്വല്ലറിയുടെ ഒക്കെ മെറ്റലിന്റെ അപ്പിയറൻസ് നന്നായിട്ട് മാറും, നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതേപോലെ തന്നെ മെറ്റാലിക് കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനും, ഈ അയൺ പോലത്തെ സാധനങ്ങൾ, അലൂമിനിയം പോലത്തെ സാധനങ്ങളുടെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനും നമ്മൾ ഇതേപോലെ മെറ്റാലിക് കോട്ടിംഗ് കൊടുക്കാനുണ്ട്. അങ്ങനെ മെറ്റാലിക് കോട്ടിംഗ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത്, ഇപ്പൊ അയൺ ബാങ്കിളാണ് വേണ്ടതെന്ന് വിചാരിച്ചു, അയൺ ബാങ്കിളിന്റെ പുറത്ത് ഗോൾഡ് വെക്കണം എന്ന് വിചാരിച്ചോളൂ. ആദ്യം അയൺ ബാങ്കിളിനെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം.
ചെയ്യും. എന്നിട്ട് അയൺ ബാങ്കിളിനെ ഉള്ള സാധനത്തിന് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ നമ്മൾ കണക്ട് ചെയ്യും. നെഗറ്റീവ് ടെർമിനലിൽ ഈ അയൺ ബാങ്കിളായിരിക്കും ഉണ്ടാവുന്നത്. അതേസമയം ഇപ്പൊ കോപ്പർ ആണ് നമുക്ക് കോട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. അപ്പൊ കോപ്പറിനെ നമ്മൾ പിടിച്ചിട്ട് എപ്പോഴത്തെ പോസിറ്റീവ് ടെർമിനലിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് വെക്കും. ഓക്കെ, പോസിറ്റീവ് ടെർമിനലിൽ നമ്മുടെ ആരായിരിക്കും ഉണ്ടാവുന്നത്? കോപ്പർ ആയിരിക്കും. നെഗറ്റീവ് ടെർമിനലിലായിരിക്കും അയൺ ബാങ്കിൾ കൊണ്ടുപോയിട്ട് ചെയ്യുന്നത്. ഇവിടെ എന്നിട്ട് ഒരു കോപ്പറിന് ഇത് ഏതാണോ കോട്ട് ചെയ്യേണ്ടത് അതിന്റെ സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇവിടെ Cu2+ ഉണ്ട്, SO4 2- ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ കോപ്പറിന്റെ റോഡാണ്, കോപ്പർ റോഡ് പോസിറ്റീവ് ടെർമിനൽ, അതേസമയം അയൺ ബാങ്കിൾ നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ. എന്റെ വരപ്പ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്, അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അപ്പൊ SO4 2- ഇങ്ങോട്ട് പോകും, അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡേ അല്ല. പക്ഷെ കോപ്പർ എങ്ങോട്ട് വരും? നെഗറ്റീവ് ടെർമിനലായ അയൺ ബാങ്കിളിലേക്ക് വരും. ഈ കോപ്പർ 2 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് ഇവിടെ ഫുൾ അങ്ങ് കയറി ഡെപ്പോസിറ്റ് ആകും. അപ്പൊ Cu2+ എന്ത് സംഭവിച്ചു? 2 ഇലക്ട്രോൺ വാങ്ങിച്ച് കോപ്പറായിട്ട് ഡെപ്പോസിറ്റ് ആയി. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് സൈഡിൽ അയൺ ബാങ്കിൾ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യിപ്പിച്ചത്. സോ കോപ്പർ ഗെറ്റ്സ് വാട്ട്? കോപ്പർ ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ആൻഡ് കോപ്പർ ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് ഓൺ ടു ദ അയൺ ബാങ്കിൾ. അപ്പൊ നമ്മൾ അയൺ ബാങ്കിള് നമ്മൾ നെഗറ്റീവ് ടെർമിനലിൽ വെച്ചു, കോപ്പർ എന്ന് പറയുന്ന പോസിറ്റീവ് ടെർമിനലിൽ വെച്ചു. ഈ കോപ്പറിന്റെ തന്നെ സൊല്യൂഷനായ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെച്ചു. എന്നിട്ട് Cu2+ ions from the solution goes into the bangle, takes 2 electron. 2 ഇലക്ട്രോൺ ഇവിടെ സ്വീകരിച്ചിട്ട് കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ആയി. അപ്പൊ കോപ്പറിന്റെ അളവ് കോപ്പർ സൾഫേറ്റിൽ കുറഞ്ഞു. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ 2 കോപ്പർ അയോൺസ് ഈ കോപ്പർ റോഡിൽ നിന്നും ചാടും. സൂയിസൈഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചാടും. അപ്പൊ വീണ്ടും ഇവിടെ Cu2+ എന്ന് പറയുന്നത് വീണ്ടും സ്റ്റെബിലൈസ്. അപ്പൊ നമ്പർ ഓഫ് കോപ്പർ അയോൺസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പർ റോഡ് തന്നെ വെച്ചിരിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇവിടെ ഓക്സിഡേഷൻ നടക്കും. അതായത് Cu ഫ്രം ദ റോഡ്, ഈ കോപ്പർ റോഡിലെ Cu ഉണ്ടല്ലോ, ഈ Cu ഉണ്ടല്ലോ 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്തിട്ട് കോപ്പർ 2+ ആയിട്ട് ഈ സൊല്യൂഷനിലേക്ക് ചാടും. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് സൊല്യൂഷൻ മാറുകയേ ഇല്ല. സോ ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ? സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് തന്നെ എടുക്കണം, കോപ്പർ സൾഫേറ്റ് തന്നെ എടുക്കണം. കോപ്പർ തന്നെ എടുക്കുന്നത് ഇവിടെ ഓക്സിഡേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് സൊല്യൂഷനിലുള്ള അയോണിന്റെ അളവ് മാറാൻ പാടില്ല. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ കോപ്പർ സൾഫേറ്റ് എടുക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി സിൽവറിനെ ഇതേപോലെ നമുക്ക് ചെയ്യിപ്പിക്കാം. അതിന് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കണം, അല്ലെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കണം. സിൽവർ നൈട്രേറ്റ് ഓർ സിൽവർ സയനൈഡ് സൊല്യൂഷൻ എടുക്കണം. സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ എടുക്കണം. ഗോൾഡിനെ ഇതേപോലെ കവർ ചെയ്യിപ്പിക്കാം. അപ്പൊ സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് സൊല്യൂഷൻ എടുക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോൾഡും സിൽവറും ഒക്കെ നമുക്ക് കവർ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി ഉണ്ടാക്കാനും ക്രോമിയം പ്ലേറ്റഡ് ഹാൻഡിൽ ബാർസ് ഒക്കെ, ഈ ഡോറുകളൊക്കെ ക്രോമിയം പ്ലേറ്റഡ്, അതൊക്കെ ഭയങ്കര ഫാഷനാണ് ഇപ്പൊ. അപ്പൊ ക്രോമിയം പ്ലേറ്റഡ് ഹാൻഡിൽ ബാർസ് ഉണ്ടാക്കാനും അതേപോലെ സിൽവർ പ്ലേറ്റഡ് നല്ല സിൽവർ കളറിലുള്ള യൂട്ടൻസിൽസ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്യുക. ജൂനിയേഴ്സിനോട് ഈ ചാനലിനെ കുറിച്ച് പറയാം. മാക്സിമം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എല്ലാവരെയും കൊണ്ട്. ഓക്കെ, താങ്ക് യു. അതേപോലെ കമന്റും കൂടി ഇടണം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഹെൽപ്ഫുൾ ആയോ ഇല്ലയോ എന്ന് കമന്റ്സ് വെച്ചിട്ട് നമുക്കും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്കും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ.